Good morning, students. Today we are going to study class 5 GS, the remaining part of our chapter 3. Chapter 3 il nammal diseases ne kurichana പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The diseases are classified into two. ഏതൊക്കെയാണ്? Communicable diseases and non-communicable diseases. Communicable diseases എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഡിസീസിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ ഇൻഫെക്റ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ത്രൂ എയർ, ത്രൂ ഇൻസെക്ട് ബൈറ്റ്സ്, പിന്നെ എന്താണ്? ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, പിന്നെ വാക്സിനേഷൻ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ബിഫോർ ദാറ്റ് ദർ ഈസ് എ സ്മോൾ ടോപ്പിക് ദാറ്റ് ഈസ് ഹൗ ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് നമ്മൾ ത്രൂ ഇൻഫെക്റ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ത്രൂ എയർ, ത്രൂ ഇൻസെക്ട് ബൈറ്റ്സ് വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ പഠിക്കാനുണ്ട്. സോ ലെറ്റ് us learn more about them. ഓക്കെ, ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഏതൊക്കെയാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കി. റിംഗ് വേം ഇൻഫെക്ഷൻ ആൻഡ് മീസൽസ് ആർ സ്പ്രെഡ് ഫ്രം കമ്മിങ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദ പേഴ്സൺ സഫറിങ് ഫ്രം ദം. They can also spread by sharing things such as combs, towels, utensils, buds and other belongings. അതായത് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് അയാളുടെ കോംസ്, അതായത് ചീപ്പോ അതുപോലെ ടവലോ യൂട്ടൻസിൽസോ ബെഡോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഈ പറഞ്ഞ റിംഗ് വേം ഇൻഫെക്ഷൻ അതുപോലെ മീസൽസ് ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്കറിയാം ഈ കൊറോണ ടൈമിൽ എങ്ങനെയാണ്, കൊറോണ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അല്ലേ? അതായത് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലേക്ക് ത്രൂ എയർ അല്ലെങ്കിൽ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഈ രീതിയിലൊക്കെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പേഷ്യൻറ്റ് ഷുഡ് ബി ഐസൊലേറ്റഡ് ഫ്രം അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അതായത് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ട് കൊറോണ ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഇൻഫെക്റ്റഡ് പേഴ്സണെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഒരു റൂമിൽ പ്രത്യേകമായിട്ട് നിർത്തുന്നതിനാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. സോ ദ പേഷ്യൻറ്റ് ഷുഡ് ബി ഐസൊലേറ്റഡ്. നെക്സ്റ്റ് എന്താണ്? ഓൾ ആർട്ടിക്കിൾസ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് ഷുഡ് ബി ഡിസ്ഇൻഫെക്റ്റഡ്. ദേ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബൈ എനിവൺ എൽസ്. അതായത് ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്ത എല്ലാ വസ്തുക്കളും ഡിസ്ഇൻഫെക്റ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അണുനശീകരണം നടത്തുക. അത് മറ്റുള്ളവരൊരിക്കലും ഉപയോഗിക്കരുത്. All cases of infectious diseases should be brought to the notice of the health department. This will enable them to take necessary precautions to check the further spread of such disease. അതായത് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ നോട്ടീസ് കിട്ടും അല്ലേ, എങ്ങനെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡ്രൈ ആൻഡ് വെറ്റ് വേസ്റ്റ് ഷുഡ് ബി കൺട്രോൾഡ് ഇൻ സെപ്പറേറ്റ് ബിൻസ്. ദ ബിൻ ഷുഡ് ഓൾവേസ് ബി കെപ്റ്റ് കവേർഡ്. അതുപോലെ നമ്മൾ ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും രണ്ട് സെപ്പറേറ്റ് ബിൻസിൽ കളക്ട് ചെയ്യുക. എന്നിട്ട് എപ്പോഴും ഈ ബിൻ എങ്ങനെ ചെയ്യണം? കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ബോയിൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ക്ലീൻ കണ്ടെയ്നേഴ്സ്. നമ്മൾ കുടിക്കുന്ന വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതുപോലെ നല്ല കണ്ടെയ്നേഴ്സ് വേണം ഈ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, ടോയ്ലറ്റ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് വാഷ്ഡ് വിത്ത് ഡിസ്ഇൻഫെക്റ്റൻറ്റ്. ടോയ്ലറ്റ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ്? ഫുഡ് ഷുഡ് ബി കെപ്റ്റ് കവേർഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്
ഫ്രം ഡസ്റ്റ് ആൻഡ് ഫ്ലൈസ്. അതായത് ഡസ്റ്റോ ഫ്ലൈസോ ഒന്നും വരാതെ നമ്മൾ ഈ ഫുഡിനെ എന്ത് ചെയ്യുക, കവർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്, ദ ഹൗസ് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് ഷുഡ് ഓൾവേസ് ബി കെപ്റ്റ് വെരി ക്ലീൻ ആൻഡ് ഓൾ ഡ്രെയിൻ ഷുഡ് ബി കെപ്റ്റ് കവേർഡ്. അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്സിനേഷനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം വാക്സിൻസൊക്കെ കൊറോണ വാക്സിനൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ വാക്സിനേഷൻ എന്താണെന്ന് നോക്കാം. വാക്സിനേഷൻ ഈസ് ദ പ്രോസസ് ബൈ ഇൻജെക്റ്റിംഗ് വീക്കൻഡ് ജേംസ് ഇൻ ടു ദ ബോഡി സോ ദാറ്റ് ദ ബോഡി ഡെവലപ്സ് റെസിസ്റ്റൻസ് ടു ദാറ്റ് ഡിസീസ്. It is a safe method of preventing the spread of disease. People develop resistance to the disease for which they are vaccinated. Vaccines are special substances that help our body to fight diseases. Vaccines for diseases such as typhoid, diphtheria, whooping cough, tetanus, പോളിയോ ആൻഡ് റാബീസ് ആർ അവൈലബിൾ ടുഡേ. അതായത് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻജെക്റ്റിംഗ് വീക്കൻഡ് ജേംസ് ഇൻ ടു ദ ബോഡി സോ ദാറ്റ് ദ ബോഡി ഡെവലപ്സ് റെസിസ്റ്റൻസ് ടു ദാറ്റ് ഡിസീസ്. വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് വീക്കൻഡ് ജേംസിനെയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഈ ഡിസീസിനെതിരെ ഉള്ള ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് വിടുന്ന വീക്കൻഡ് ജേംസ് ആണ്. ഓക്കെ, വീക്കൻഡ് ജേംസ് ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ ശരീരം അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തെടുക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ്, നിങ്ങൾ തന്നെ ചെയ്യണം. അതായത് ഡിസീസസ് ആൻഡ് വാക്സിൻസ്. ഏതൊക്കെ ഡിസീസസ് ആണ്, അതിനുള്ള വാക്സിൻസ്. നിങ്ങളിവിടെ ഡിസീസിൻ്റെ പേര് എഴുതുക, വാക്സിൻസ് എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസസ് ദാറ്റ് ഡു നോട്ട് സ്പ്രെഡ് ഫ്രം സിക്ക് പേഴ്സൺ ടു എ ഹെൽത്തി പേഴ്സൺ ആർ കോൾഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് ഒരു സിക്ക് പേഴ്സൺ, അസുഖമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസസിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിക്ക് പേഴ്സണിൽ നിന്ന് ഹെൽത്തി പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സിക്ക് പേഴ്സണിൽ നിന്ന് ഹെൽത്തി പേഴ്സണിലേക്ക് സ്പ്രെഡ് ചെയ്യത്തില്ല. ഡിസീസസ് സച്ച് ആസ് ഡയബറ്റീസ്, ക്യാൻസർ ആൻഡ് ഹാർട്ട് പ്രോബ്ലംസ് ആർ കോസ്ഡ് ഡ്യൂ ടു ദ നോൺ ഫങ്ഷനിങ് ഓഫ് ബോഡി പാർട്സ്. Some diseases caused due to the lack of specific nutrients in the food. Such non-communicable diseases are called deficiency diseases. Non-communicable disease എന്ന് പറഞ്ഞാൽ എന്താണ്? Diseases that do not spread from a sick person to a healthy person are called non-communicable diseases. Non-communicable ഡിസീസസിന് എക്സാമ്പിളാണ് ഡയബറ്റീസ്, ക്യാൻസർ, ഹാർട്ട് പ്രോബ്ലംസ്. ദീസ് ആർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡെഫിഷ്യൻസി ഡിസീസ്. ഓക്കെ, ഡെഫിഷ്യൻസി ഡിസീസ് എങ്ങനെയാണ്? സം ഡിസീസസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് സ്പെസിഫിക് ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഏതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന ഡിസീസാണ് ഡെഫിഷ്യൻസി ഡിസീസ്. ഡെഫിഷ്യൻസി ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തന്നെ ആണ്. ഓക്കെ, നോക്കാം. ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ ആർ സം ഡെഫിഷ്യൻസി ഡിസീസസ് ആൻഡ് ദെയർ സിംറ്റംസ്, കോസസ് ആൻഡ് ക്യൂർ. ഫസ്റ്റ് വൺ നോക്കിയേ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയിൽ നമുക്ക് കാഴ്ച അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, നിശാന്തത. ഓക്കെ, ഇതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ സിംറ്റംസ് എന്താണ്? ഇംപ്രോപ്പർ വിഷൻ ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ നമുക്ക് ശരിക്കും കാഴ്ച സാധ്യമല്ല. നെക്സ്റ്റ് എന്താണ് അതിൻ്റെ കോസസ്? ലാക്ക് ഓഫ് വൈറ്റമിൻ എ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നതുകൊണ്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈറ്റിംഗ് ക്യാരറ്റ്, സ്പിനാച്ച്, ഫിഷ് ആൻഡ് പപ്പായാസ്.
ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻ എ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ക്യാരറ്റ്, സ്പിനാച്ച്, ഫിഷ്, പപ്പായ ഇതൊക്കെ കഴിക്കുക. നെക്സ്റ്റ് ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സിംറ്റംസ് ബോ ലെഗ്സ്, നോ നീസ്, അതായത് കാലും കാൽമുട്ടുകളും ഒക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് റിക്കറ്റ്സിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞത് വൈറ്റമിൻ ഡിയും കാൽസ്യവും കുറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ആൻഡ് കാൽസ്യം. നെക്സ്റ്റ് എന്താണ്? റെഗുലർ ഇൻടേക്ക് ഓഫ് മിൽക്ക്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? റെഗുലർ ഇൻടേക്ക് ഓഫ് മിൽക്ക്, ഫിഷ്, മീറ്റ്, റെഗുലർ എക്സ്പോഷർ ടു സൺലൈറ്റ്. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുക? റെഗുലറായിട്ട് മിൽക്ക് കുടിക്കുക, അതുപോലെ ഫിഷ്, മീറ്റ്, അതുപോലെ സൺലൈറ്റ് നന്നായിട്ട് ദേഹത്ത് കൊള്ളുക. നമ്മുടെ ബോഡി പാർട്സിലെല്ലാം സൺലൈറ്റ് കൊള്ളുന്നതും വൈറ്റമിൻ ഡി ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വെല്ലിങ് ഇൻ ദ നെക്ക് റീജിയൻ. നമ്മുടെ നെക്ക് റീജിയൻ ഇങ്ങനെ വീർത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്ററിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ അയഡിൻ ഡെഫിഷ്യൻസി, അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അതെങ്ങനെ ക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിസീസ് എങ്ങനെ നമുക്ക് തടയാം? യൂസിങ് അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുക. ഈറ്റിംഗ് സീ ഫുഡ് കഴിക്കുന്നതിലൂടെ ഗോയിറ്റർ നമുക്ക് തടയാം. നെക്സ്റ്റ് എന്താണ്? സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലീഡിങ് ഗംസ്. നമ്മുടെ മോണയിൽ കൂടെ ബ്ലഡ് വരിക, അതാണ് ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്താണ്? ലാക്ക് ഓഫ് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത്. അത് എങ്ങനെ പരിഹരിക്കാം? റെഗുലർ ഇൻടേക്ക് ഓഫ് ലെമൺസ്, ഓറഞ്ച്, ലെമണും ഓറഞ്ചും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ സ്കർവി വരാതിരിക്കും. നെക്സ്റ്റ് അനീമിയയുടെ സിംറ്റംസ് ഫോൾ ഇൻ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇൻ ബ്ലഡ് ആൻഡ് വീക്ക്നെസ്. അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നതുകൊണ്ട് നമ്മുടെ ബോഡി വീക്കാവും. അതാണ് അനീമിയ എന്ന് പറയുന്നത്. എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന? അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് അനീമിയ. അതെങ്ങനെ പരിഹരിക്കാം? ഈറ്റിംഗ് സ്പിനാച്ച്, നട്ട്സ്, പൾസസ്, ഫിഷ് ആൻഡ് എഗ്സ്. ഇത് കഴിക്കുന്നതിലൂടെ അനീമിയ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? കാർഷിയോക്കർ ആൻഡ് മരാസ്മസ്. കാർഷിയോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വോളൻ സ്റ്റൊമക്ക് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അതായത് വയറ് വീർത്ത് വരിക, അതുപോലെ വളർച്ച മുരടിക്കുക. ഇതാണ് കാർഷിയോക്കർ അല്ലെങ്കിൽ മരാസ്മസിൻ്റെ സിംറ്റംസ്. അത് എന്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ലാക്ക് ഓഫ് പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈറ്റിംഗ് എ ഡയറ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ സച്ച് ആസ് പൾസസ്, എഗ്സ് ആൻഡ് മീറ്റ്. അതുകൊണ്ട് എഗ്ഗും മീറ്റും പൾസസും നന്നായിട്ട് കഴിക്കുക. ഓക്കെ. So our third chapter is over. You study well. We will meet in the next class. Thank you.